ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഞങ്ങളെ വീട്ടിലേക്ക് മോലന്മാർ വരുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടൈമിലൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടെന്ന്. ഫസ്റ്റ് ഞങ്ങൾ തേങ്ങ ചിരകേണ്ട നമ്മളെ ഗ്രൈൻഡറിൻ്റെ മെഷീനിൽ തന്നെ ഇങ്ങനത്തെ തേങ്ങ ചിരകേണ്ട സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തേങ്ങ ചിരണ്ടാവും. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ചിരകി ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞങ്ങൾ തേങ്ങ ചിരലുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ ബിരിയാണിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് തക്കാളി ഉള്ളിയൊക്കെ അരിയുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ഒക്കെ അരിയാനായി കണ്ടപ്പോൾ വേഗം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ തേങ്ങ ചെരുകില്ല, അതും ഉള്ളിയും പിന്നെ ഈ ചപ്പ് കാര്യങ്ങൾ ഇനി വറുത്തെടുക്കൂലേ, നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്താണ്ടാവും. പിന്നെ നമ്മൾ പത്തിരിക്കുള്ള പൊടിയെല്ലാം കുഴച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിക്കുള്ള ചിക്കൻ്റെ ഇത് ഇപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി, ഉള്ളി, ഉരുളങ്കിഴങ്ങ്, മുളക് കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി പിറ്റേ ദിവസത്തെ തലേ ദിവസത്തെ തന്നെയാണ് കേട്ടോ. കാരണം കുറേ ഉണ്ടായതുകൊണ്ട് പിറ്റേ ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പത്തിരിൻ്റെ മാവ് ഞങ്ങൾ ഗ്രൈൻഡറിലാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസി ആക്കി വേണ്ടി സിമ്പിളായിക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗ്രൈൻഡറിൽ കുഴച്ചത്. അപ്പോൾ അതങ്ങനെ കുഴച്ചു. പിന്നെ എല്ലാം ഉരുട്ടിന് ശേഷം ഞാൻ നമ്മൾ പരത്തിയിട്ടുണ്ടായിരുന്നു. ഈ അരിയണതും ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇടയത് തലേ ദിവസമാണ്. നമ്മൾ ഈ കുറേ സാധനങ്ങൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലുതാക്കി ഇരിക്കണമല്ലോ, ചെറുതാക്കാൻ പറ്റില്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് പത്തിരി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരിയും ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 40 എണ്ണോളം ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും കൂടി. പിന്നെ ഞങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രാവിലത്തെ കേട്ടോ. ഈ പത്തിരിയും ഇഡ്ഡലിയും ഈ ഒരു ചിക്കൻ കറിയും രാവിലത്തെ തന്നെയായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണി തീർന്നു. ഇത്രയായി ഞങ്ങൾ രാവിലെ ചെയ്തിരുന്നത്. ഫസ്റ്റ് കാണിച്ചല്ല തലേദിവസത്തെ ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അരിഞ്ഞൊക്കെയാണല്ലോ തലേ ദിവസം തന്നെ. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്യ് ഇട്ട് കണക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചപ്പ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം എല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു പരുവായതിനു ശേഷം നമ്മൾ അരി നേരെ പാത്രത്തിലുള്ള ഇതിൽ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചപ്പ്, സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഏകദേശം വഴണ്ട് വന്നതിന് ശേഷം ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടൈമിലൊന്നും ഞാനില്ല, ഇത് രാവിലെ ഉച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് ഉള്ളി നല്ല വാട്ടം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി അരി സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തേക്ക് വെള്ളം ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനായിട്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വലിയ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ വെക്കണമല്ലോ, കുറേ പേരുണ്ടാവും. 2 പേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരിക. പക്ഷേ ഫുഡ് കൊടുത്ത് കഴിക്കണമല്ലോ, നമ്മൾ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ഇടയിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, പിന്നെ എന്നിട്ട് നമ്മൾ മുളക് പൊടി, ഗരം മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ ഗരം മസാലയും ഉണ്ടായിരുന്നു കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചപ്പല്ല പുതിന, നാരങ്ങ നീര് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സാധനങ്ങളെല്ലാം തലേന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ വെള്ളത്തിലിട്ട് ആക്കി വെച്ച റൈസാണ്. ബിരിയാണി അരി ഇട്ടത്.
കുറേ ബിരിയാണി വെച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ ഒരു ലോഡ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ ഒക്കെ നിന്നിട്ട് പിന്നെ മനസ്സിലായി കുറേ പേരുണ്ടായതുകൊണ്ടാണ് ഇത്രയും ഞാൻ വെച്ചതെന്ന്. ഈ സമയത്തൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല, ഞാൻ സ്കൂളിലായിരുന്നു. ഈ ചെറിയ പനിയൊക്കെ ഇട്ടിട്ടുണ്ട്, സൗണ്ടൊക്കെ ആകെ മാറി വന്നിട്ടുണ്ട്. പിന്നെ അതിലായിട്ട് നമ്മൾ പൊതിന ഇട്ടിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ അവസാനം ബിരിയാണി റെഡി ആയിക്ക് മറ്റേ ഉള്ളിൻ്റെതും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കൈകളിൽ കഴിച്ചതിന് ശേഷം ഫുഡ് അവർ കിടന്ന പാത്രത്തിൽ നിന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രിക്കത്തെ സാധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിലേക്കുള്ള കറി കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ നമ്മൾ ഇതിലേക്ക് സാമ്പാറായിരുന്നു, നിറച്ചുണ്ടായിരുന്നു കേട്ടോ കറി കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ വൈകുന്നേരം അത് കറി രാത്രിക്കത്തേന് ഇപ്പം തന്നെ സെറ്റാക്കി വെച്ചാട്ടോ. നമ്മൾ വൈകുന്നേരത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് സാൻഡ്വിച്ചായിരുന്നു, ബ്രെഡ് സാൻഡ്വിച്ചായിരുന്നു. അത് കുറേ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു സാധനത്തിലാണ് ഞങ്ങൾ ബ്രെഡ് സാൻഡ്വിച്ച് മറ്റേ മേക്ക് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ സാധനം കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ ആണ്ട് കുറേ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ തീയിലിങ്ങനെ വെച്ച് ആണ്ടും ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് ചെയ്താണ്ട് സെറ്റായി വരലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാത്രിക്കത്തേൻ്റെ സാദാ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ സാൻഡ്വിച്ച് കൊടുത്തതിന് ശേഷം സാദാ ചോറ്, കാരണം അവർ ഇശാ ബാങ്ക് കൊടുത്തേക്ക് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ അതിലേക്ക് പപ്പടം, മീൻ, പിന്നെ നമ്മുടെ ചമ്മന്തി ഇട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കില്ല. പുതിയൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ബൈ.